പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ പ്രഭാതവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ആണ്ട് 8-ാം മാസത്തിൻ്റെ ആരംഭ നിമിഷങ്ങളെ കാണുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലപ്പെട്ട നല്ല അവസരത്തിനായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ശബ്ദം ശ്രദ്ധിക്കുന്ന ബഹുമാനരായ എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചൊല്ലുന്നു. ഒരു ചെറിയ ആത്മിക ചിന്ത നിങ്ങളോട് ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. അതിനാധാരമായി 2 വേദവാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗവും 24-ാമത്തെ വാക്യം. 7-ാം അധ്യായം 15-ാം വാക്യം ഇങ്ങനെയാണ്: എന്നാൽ സമാധാനത്തെ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. 24-ാമത്തെ വാക്യം: ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ രാവിലത്തെ അല്പ മിനിറ്റുകളിലെ വചന വിചിന്തനത്തിനായിട്ട് നാം ഇവിടെ വായിച്ച് കേൾക്കുകയുണ്ടായി. 7-ാം അധ്യായം നമുക്കറിയാം, വിവാഹവും കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്ന വേദവാക്യങ്ങളാണ്. ആ ഭാഗമൊന്നുമല്ല ഞാൻ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വായിച്ച ആ വാക്യത്തിനകത്ത് നിന്ന് 1-2 ചിന്തകൾ മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വായിച്ച വാക്യം ഇങ്ങനെയാണ്: എന്നാൽ സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ ആരാ വിളിച്ചത്? നമ്മെ വിളിച്ചത് ദൈവമാണ്. ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ 1-ാമത്തെ ദിനത്തിൽ നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ ആത്മാവിന് ഈ വചനത്തിലൂടെ പറയാനുള്ളത്: സഹോദര, നിന്നെ വിളിച്ചത് ദൈവമാണ്. സഹോദരി, നിന്നെ വിളിച്ചത് ദൈവമാണ്. മാതാവേ, പിതാവേ, എൻ്റെ സ്നേഹിത, താങ്കളെ വിളിച്ച ദൈവമാണ്. എന്നെ വിളിച്ചത് ദൈവമാണ്. എന്തിനാ വിളിച്ചേ? സമാധാനത്തിൽ ജീവിപ്പാൻ. എന്തിനാ? സമാധാനത്തിൽ ജീവിപ്പാൻ. പക്ഷെങ്കിൽ പലപ്പോഴും സമാധാനത്തിൽ ജീവിപ്പാൻ കഴിയുന്നുണ്ടോ? ഇതൊരു ചോദ്യചിഹ്നമല്ലേ? സമാധാനത്തിൽ ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പലപ്പോഴും പല കാരണങ്ങളാൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട്. ഒരു കാര്യം സത്യമാ, ലോകം നമ്മെ വിളിച്ചാൽ നിന്റെ സമാധാനം നഷ്ടപ്പെടും. ചില ഫോൺ കോളുകൾ വന്നാൽ നിന്റെ സമാധാനം നഷ്ടപ്പെടും. ചില വാക്കുകൾ നീ കേട്ടാൽ നിന്റെ സമാധാനം നഷ്ടപ്പെടും. ചിലത് നീ കാണുമ്പോൾ നിന്റെ സമാധാനം നഷ്ടപ്പെടും. ഇന്നു പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നു: ദൈവം നമ്മെ വിളിച്ചാൽ നിനക്ക് സമാധാനമുണ്ട്. അതല്ലേ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗത്തിലേക്ക് കയറി പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോടും ലോകത്തോടുമായി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ഈ അതിരാവിലെ സമയം വചനം സന്ദേശം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആരെങ്കിലും അസമാധാന അനുഭവത്തിലാണ് എൻ്റെ സന്ദേശം കേൾക്കുന്നതെങ്കിൽ താങ്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ വചനത്തിലൂടെ ഓർപ്പിക്കാനുള്ള ദൈവിക സന്ദേശം: ലോകം നിന്റെ സമാധാനം നഷ്ടമാക്കി കളയുമ്പോൾ, നിന്റെ ഉറക്കം നഷ്ടമാക്കി കളയുമ്പോൾ, നിനക്ക് ആഹാരം പോലും കഴിക്കാൻ കഴിയാതെ വരുമ്പോൾ, സമാധാനക്കേട് നിന്റെ വീട്ടിലും നിന്റെ അകത്തളങ്ങളിലും പിശാച് കൊണ്ടുവന്ന്, ലോകം കൊണ്ടുവന്ന് കഴിയുമ്പോൾ, പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നില്ല, ആരാധിക്കാൻ നിനക്ക് കഴിയുന്നില്ല, കൂട്ടായ്മയ്ക്ക് പോകാൻ നിനക്ക് കഴിയുന്നില്ല, ആത്മിക വിഷയങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലാതെ നീ ആയിരിക്കുന്ന മേഖലകളിൽ ഇന്ന് പക ദൈവാത്മാവ് പറയുന്നു: ദൈവവചനത്തിലേക്ക് നീ ചേർന്ന് വരുന്നെങ്കിൽ, കൃപയിലേക്ക് നീ ചേർന്ന് വരുന്നെങ്കിൽ, ഹല്ലേലൂയ, ദൈവിക കൂട്ടായ്മയിലേക്ക് നീ ചേർന്ന് വരുന്നെങ്കിൽ, നിന്റെ അകത്തളങ്ങളിൽ ഇന്നലകളിൽ നഷ്ടപ്പെട്ട സമാധാനത്തെ മടക്കി തരുവാൻ ദൈവത്തിന് നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും വ്യക്തമായ പദ്ധതികളുണ്ട്. നമുക്കെങ്ങനെ സമാധാനം പ്രാപിപ്പാനായി കഴിയും? 119-ാം സങ്കീർത്തനം 165-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു:
നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനമുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് എന്തോ ഉണ്ട്? മഹാസമാധാനമുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ എങ്ങനെ സമാധാനം പ്രാപിപ്പാൻ കഴിയും? ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് നമുക്ക് പ്രിയമുണ്ടെങ്കിൽ മഹാസമാധാനം നിന്റെ വീട്ടിലുണ്ടാകുമെന്ന്. അപ്പൊ ഏതെങ്കിലും കാരണത്താൽ അല്പപ്രയാസങ്ങൾ വരുമ്പോൾ, വാക്കുകളുടെ പെരുപ്പം ഹേതുവായി സമാധാനം നഷ്ടപ്പെടുമ്പോൾ, നീ പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ഇന്നു മകൾ പറയുന്നു, നീ ആ സമയത്തും കൊടുങ്കാറ്റടിക്കുമ്പോഴും പ്രതികൂലം വരുമ്പോഴും ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് നിനക്ക് പ്രിയമുണ്ടെങ്കിൽ ആ വിഷയത്തിനമേ, നീ ഭാരപ്പെടുന്ന വിഷയത്തിനമേ, നീ വേദനിക്കുന്ന വിഷയത്തിനമേ, ഒറ്റപ്പെടുന്ന വിഷയത്തിനമേ, പരിഹസിക്കപ്പെടുന്ന വിഷയത്തിനമേ, അപമാനിക്കപ്പെടുന്ന വിഷയത്തിനമേ, ഇന്ന് രാവിലെ ദൈവം നിനക്ക് മഹാസമാധാനം ഒരുക്കി. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾവിക്കാരായ പല പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ രോഗം നിന്നെ പിടിച്ചതിന്റെ പേരില്, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നിമിത്തമായിരിക്കാം നിന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ തലമുറയായിരിക്കാം നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ ഭാര്യയാകാം, നിന്റെ ഭർത്താവാകാം നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിന്റെ കൂടപ്പറപ്പുകളാകാം നിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ബാങ്കിലെ കടവും ബുദ്ധിമുട്ടും ഓർത്താകാം നിന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിന്റെ നാളുകളെ കുറിച്ച് ഓർത്തിട്ടാകാം നിന്റെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നു പകൽ ദൈവാത്മാവ് നമ്മോട് പറയുന്നു, ലോകത്തിലെ യാതൊന്നിനെയും ഓർത്ത് നീ സമാധാനം നഷ്ടപ്പെടുത്തി കളയല്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് നീ ചേർന്ന് വരുന്നെങ്കിൽ, അതിൽ നീ ഏറെ ഇഷ്ടപ്പെടുന്നെങ്കിൽ, അതിൽ നീ പ്രിയപ്പെടുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ തലമുറയിൽ, നീ എന്ന വ്യക്തിയിൽ ഇന്ന് പകൽ മഹാസമാധാനം നൽകാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവാകട്ടോ. യശപ്രവചനം 9-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നു, യേശു കർത്താവ് ജനിക്കുന്നതിന് മുൻപ്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ അതിശക്തമായി വിളിച്ചു പറയുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു, അവന് സമാധാനത്തിന്റെ പ്രഭു. അതുമാത്രമല്ല, പല കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിഷയം അതൊന്നുമല്ലാത്തത് കൊണ്ട് അവിടെ പറയുന്നത് അവൻ നിത്യ പിതാവാണ്, കൂടാതെ അവൻ സമാധാന പ്രഭുവാണ്. അപ്പൊ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്, സമാധാന പ്രഭുവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാന പ്രഭുവായ കർത്താവ് ഇന്ന് മകൻ നമുക്ക് സമാധാനം നൽകി തരുവാൻ അവൻ ശക്തനായ ദൈവമാണ്. പിന്നെ എങ്ങനെ നമുക്ക് സമാധാനം പ്രാപിപ്പാൻ കഴിയും? പൗലോസ് പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്വന്തത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത്. അടുത്ത പദം, എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം. നോക്കിക്കേ, ഒന്നിനെ കുറിച്ച് എന്തോ ചെയ്യല്, നീ വിചാരപ്പെടരുത് കേട്ടോ. നാളെ കുറിച്ച് നീ വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഇന്നുകളെ കുറിച്ച് ഓർത്ത് നീ ഭാരപ്പെടരുത്, നീ ആകുലപ്പെടരുത്. കുഞ്ഞെ, ഇന്നലെ നിന്നെ നടത്തിയൊരു ദൈവമില്ലേ? ഇന്ന് വരെ നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമില്ലേ? നാളെ നിന്നെ നടത്തുവാൻ എന്റെ ദൈവം ശക്തനാ. അതെങ്ങനെ നടക്കുമെന്നോർത്ത് നീ ഭാരപ്പെടേണ്ട. മകന്റെ മകളെ വിവാഹം എങ്ങനെ നടക്കുമെന്നോർത്ത് നീ ആകുലപ്പെടേണ്ട. ആ വീടിന്റെ പണിയ് അതെങ്ങനെ നടക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട. നിന്റെ കുഞ്ഞിന്റെ പഠനം എങ്ങനെയാകുമെന്ന് ഓർത്ത് നീ ആകുലപ്പെടേണ്ട. അവൻ അഡ്മിഷൻ എങ്ങനെയാകുമെന്ന് ഓർത്ത് ഇന്ന് രാത്രി കാലമോ ഇന്ന് പകൽക്കാലമോ നീ ഭയപ്പെട്ടു പോകേണ്ട കേട്ടോ. നിന്റെ രോഗം എങ്ങനെയായിരിക്കുമെന്ന് ഓർത്ത് നീ പേടിക്കേണ്ട കേട്ടോ. നിന്നെ അലട്ടുന്ന പല വിഷയങ്ങളുടെ നടുവിൽ എന്താകും, എപ്രകാരമാകുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട കേട്ടോ. ദൈവം നിനക്ക് ദോഷമൊന്നും ചെയ്യത്തില്ല. ചിലരോട് ദൈവാത്മാവ് വളരെ വ്യക്തമായി തോളത്ത് തട്ടിക്കൊണ്ട് പറയുന്നു, സഹോദരി നീ ഭയപ്പെടേണ്ട കേട്ടോ, അത് നിന്നെ ഭയപ്പെടുത്തത്തില്ല, അത് നിനക്ക് ദോഷമൊന്നും ചെയ്യുകയില്ല. ചില തിന്മകളെ നിന്റെ ജീവിതത്തിൽ നന്മയാക്കി മാറ്റുവാൻ നിന്റെ വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറപ്പിക്കേണ്ടതിന്, നീ പ്രാർത്ഥനയിലൊന്ന് ചേർന്ന് വരേണ്ടതിന്, നീ കൃപയിലേക്കൊന്ന് അടുത്തു വരേണ്ടതിന് ദൈവം നൽകുന്ന ശോധനകളാണ്. അത് നിന്നെ തകർക്കാനല്ല, അത് നിന്നെ മുടിക്കാനല്ല, അത് നിന്നെ ഇല്ലാതാക്കാനല്ല, നിന്റെ വിശ്വാസം കുറയ്ക്കാനല്ല. നിന്റെ വിശ്വാസം ഇന്ന് മകൾ വർദ്ധിക്കട്ടെ യേശുവിൻ നാമത്തിൽ. നിന്റെ പ്രാർത്ഥന വർദ്ധിക്കട്ടെ, നിന്റെ ആത്മീക ജീവിതം വർദ്ധിക്കട്ടെ. ആത്മാവ് വ്യക്തമായി പറഞ്ഞു, ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും
അപേക്ഷയാലോ നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോൾ നിനക്ക് എന്തോ ലഭിക്കും? എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിന്റെ അകത്തളങ്ങളിൽ ഇന്ന് പകൽക്കാലം വെളിപ്പെടുക തന്നെ ചെയ്യും. അതെ, യേശു കർത്താവിന് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതെ, സമാധാനം നാം കൂടാരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നവരായി മാറട്ടെ. അതുണ്ടായി ഉണ്ടാക്കിയെടുക്കുക ചെയ്യേണ്ടത്. നിന്റെ വാക്കിലൂടെ സമാധാനം ഉളവായി വരണം. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തി സമാധാനം നഷ്ടപ്പെടുത്തുന്ന അനുഭവമാകല്ല. അത് സഭയ്ക്കകത്താകട്ടെ, അത് കുടുംബത്തിനകത്താകട്ടെ, അത് ജോലി സ്ഥലത്താകട്ടെ, ഗ്രൂപ്പിനകത്താകട്ടെ, പ്രവർത്തനങ്ങളിലാകട്ടെ, അത് നമ്മുടെ വാക്ക് നിമിത്തം സമാധാനം ഉണ്ടായി വരട്ടെ, പ്രശ്നങ്ങൾ സോൾവ് ആയി വരട്ടെ. അത് പ്രാർത്ഥനയോട് ചേർന്ന് വരും. ഇത് ദീർഘമായ പ്രസംഗമാണ്, പക്ഷെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ വാക്കുകൾ ഞാനിവിടെ പരിമിതപ്പെടുത്തുമ്പോൾ നമ്മൾ ദൈവം എന്തിനാ വിളിച്ചത്? സമാധാനത്തിൽ ജീവിച്ചിരിക്കാനാ ദൈവം നമ്മെ വിളിച്ചത്. പലപ്പോഴും അതിന് കഴിയുന്നില്ല, സാഹചര്യം നമ്മെ അനുവദിക്കുന്നില്ല, പലരും നിനക്കെതിരാണ്. 24 വാക്യത്തിൽ നാം ഇങ്ങനെ കണ്ടു, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. നമ്മളെ വിളിച്ച അവസ്ഥയിൽ, ഹല്ലേലൂയ, വിളിക്കപ്പെട്ട സ്ഥിതിയിൽ ദൈവസന്നിധിയിൽ വസിപ്പാനിടയായി തീരട്ടെ. അതുകൊണ്ട് എന്നെ വിളിച്ചവൻ എന്നെ രക്ഷിപ്പാൻ എല്ലാ നാളും എന്നോട് കൂടെയുണ്ടെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വഴിയിൽ അവൻ ഉപേക്ഷിക്കുകയില്ല, നിന്നെ മറന്നു കളയത്തില്ല, നിന്നെ തള്ളിക്കളയത്തില്ല. അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, നിന്നെ ചേർത്ത് മാറോട് അണയ്ക്കുന്ന ഒരു സർവശക്തൻ നിന്നോട് കൂടെയുണ്ട്, എന്നോട് കൂടെയുണ്ട്. അവൻ അനാഥർക്ക് പിതാവാണ്, അവൻ വിധവയ്ക്ക് കാന്തനാണ്, അവൻ സാധുവിനപ്പമാണ്, എല്ലാവർക്കും എല്ലാമായി തീരുന്ന ദൈവഭകത്തേക്ക് നോക്കി മറക്കരുത്. ദൈവത്തിന്റെ ന്യായപ്രമാണത്തോട് നിനക്ക് ഇന്ന് പകൽ പ്രിയമുണ്ടാകട്ടെ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടാതെ പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ നിന്റെ ആവശ്യങ്ങളെ ദൈവത്തോട് അറിയിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഇന്ന് പകൽ മുതൽ സമാധാനത്തിലാണ് ജീവിപ്പാൻ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായി മാറട്ടെ, നമ്മളിൽ സമാധാനം ഉളവായി വരട്ടെ. അപ്രകാരം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ, ചേഞ്ച് വരുത്തുവാൻ, അകത്തളങ്ങളിൽ അസമാധാന അനുഭവം മാറുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വചന സന്ദേശം അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥൻ.